വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മീറ്റ് അവർ മെന്റേഴ്സ്. മീറ്റ് അവർ മെന്റേഴ്സ് സീരീസിൽ ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ആൻവ്യൂസ് മൾട്ടിമീഡിയയിലെ സിനിമാറ്റോഗ്രാഫി ഫാക്കൽറ്റി ആയിട്ടുള്ള ഭരത് സാർ ആണ്. ഹായ് സാർ, വെൽക്കം. സാർ എത്ര വർഷമായി ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്? ഞാനൊരു 4-4.5 വർഷമായി ഈ ഫീൽഡിലേക്ക് വന്നത്. ഓക്കെ, ഇവിടെ സാർ 6 മന്തും 3 മന്തും കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ സാർ, നമ്മുടെ 6 മന്ത് കോഴ്സ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇപ്പോൾ 6 മന്ത് കോഴ്സ് ഡിജിറ്റൽ സിനിമാറ്റോഗ്രഫി വരുന്ന സ്റ്റുഡൻറ്റ് 6 മാസത്തെ കോഴ്സാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് 1 മന്ത് നമ്മൾ തിയറി പോർഷൻസ് ആയിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് ക്യാമറനെ പരിചയപ്പെടുക എന്നുള്ളൊരു പരിപാടി. അതായത് ഒരു ക്യാമറ എടുക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട സെറ്റിങ്സും അല്ലെങ്കിൽ ഒരു ക്യാമറ കൈ കിട്ടി എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് 1 മന്തൊക്കെ പോകാം. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ പ്രാക്ടിക്കൽ സെഷനിലേക്ക് കിടക്കും. അതായത് എക്യുപ്മെൻറ്റ് ഹാൻഡ്ലിംഗ് ഒക്കെ, അതായത് ഇപ്പോൾ ട്രൈപോഡ്, ഗിംബൽ, സ്ലൈഡർ, ട്രാക്ക്, അപ്പോൾ അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷനിലൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ പോവാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ലൈറ്റിംഗ് ആയിരിക്കും. അതായത് സിനിമാറ്റിക് ലൈറ്റിങ്ങും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നിട്ട് അതിനെങ്ങനെ ലൈറ്റപ്പ് ചെയ്യാം. അപ്പം ഇപ്പോൾ നമ്മൾ പടത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓരോ സിറ്റുവേഷനും ഓരോ ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് ആയിരിക്കും. ഇപ്പം ഹാപ്പി മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുമ്പോഴുള്ള ലൈറ്റിംഗ് ആയിരിക്കില്ല ഒരാൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത്. ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വേറൊരു ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എങ്ങനെ ലൈറ്റപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ വരാം. പിന്നെ ലാസ്റ്റ് 1 മന്ത് എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആയിരിക്കും. അതായത് പ്രീമിയർ പ്രോ എന്നുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും നമ്മൾ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. അതായത് ഇതൊരു ആഡ് ഓൺ പോലെ നമ്മളൊരു കോംപ്ലിമെൻ്ററി പോലെ കൊടുക്കുന്നതാണ് പ്രീമിയർ പ്രോ എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ വെറുതെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് ബേസിക്കായിട്ട് നമുക്ക് അത് ഒരു ഫുൾ ലെങ്ത് ഒരു വീഡിയോ ആക്കണം അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യണം. അപ്പോൾ എഡിറ്റ് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് ഒരു മന്ത് വരുന്നത്. ഇതാണ് ഒരു 6 മാസത്തെ ഡ്യൂറേഷൻ വരുമ്പോൾ ഉണ്ടാകുന്നത്. ഓക്കെ, 3 മന്ത് കോഴ്സ് ആണെങ്കിലോ സാർ? 3 മന്ത് കോഴ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് ഇത്രയും ഒരു ടൈം എടുത്തോ അല്ലെങ്കിൽ ഭയങ്കര ഡെപ്തിലോ പോവില്ല. നമ്മൾ കുറച്ച് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ ലൈറ്റിംഗ് ആണെങ്കിലും എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ചില സ്റ്റുഡൻസ് വരുന്നുണ്ട്, അവർക്ക് ഇന്ന കാര്യങ്ങൾ മാത്രം കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം, ബാക്കിയുള്ളൊന്നും ഇപ്പോൾ വേണ്ട. അപ്പോൾ ചിലർക്ക് ഷോർട്ട് ഫിലിം ചെയ്യാനായിരിക്കും. ഇപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ ഫുഡ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫുഡ് വീഡിയോഗ്രാഫി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഷൂട്ട് അതൊന്നും അവർക്ക് അത്ര താല്പര്യം ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആ ഒരു രീതിയിലായിട്ട് അവർക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ക്ലാസ് എടുക്കും. ഓക്കെ, അതായത് ബേസ് മാത്രമാണ് 3 മന്ത് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? ആൻവ്യൂസ് മൾട്ടിമീഡിയയിൽ ഡിജിറ്റൽ സിനിമോട്ടോഗ്രഫി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് ഫ്യൂച്ചറിലേക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മുടെ ആൻവ്യൂസിൽ വന്ന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസാണ്. അതായത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോകുന്നില്ല. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ നമുക്ക് പലരും പറയുന്നുണ്ട് യൂട്യൂബ് നോക്കി പഠിക്കാം, അവിടെ നോക്കി പഠിക്കാം, ഓൺലൈൻ പഠിക്കാം എന്നൊക്കെ ഉണ്ട്. ഇപ്പം ഓൺലൈനിലൊക്കെ നമുക്ക് പഠിക്കാം, അവിടെ ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ചോദിക്കുക, ഒരു 1 വേ കമ്മ്യൂണിക്കേഷൻ അത്. അതായത് യൂട്യൂബിൽ നിന്ന് അവർ പറയുന്നു, നമ്മൾ കേൾക്കുന്നു, ചിലപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റില്ല, ആ ഡൗട്ട് മനസ്സിൽ വെച്ചിരിക്കുന്നു. പക്ഷേ ഇതേപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വന്ന് പഠിക്കുകയാണെന്നുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒന്നാമത് ഇവിടെ ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓൺ ദ സ്പോട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കുക അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം നോക്കി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ക്യാമറ ഉണ്ടാവും. ചിലപ്പോൾ ബേസ് മോഡൽ ക്യാമറ ആയിരിക്കും, ചിലപ്പോൾ ക്യാമറ മാത്രമേ ഉണ്ടാവും. നമുക്ക് ആ ക്യാമറ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മളാരും പുറത്തുനിന്ന് റെൻ്റ് ഔട്ട് ചെയ്ത് എന്താ പറയുക വർക്ക് ചെയ്യലൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോൾ എന്താ, നമുക്ക് പല മോഡൽ ക്യാമറകളുണ്ട്. ഇപ്പം പല ബ്രാൻഡുകളുടെ ക്യാമറ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പല എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു എക്യുപ്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ മാത്രമല്ല നമ്മൾ എക്സ്പീരിയൻസ് തന്നെ, നമ്മൾ പല എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യും, പല ക്യാമറകൾ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാത്തിനെ കുറിച്ചൊരു വൈഡ് ആയിട്ടുള്ളൊരു നോളേജ് ഉണ്ടാവും. അത് മാത്രമല്ലാതെ ഒരുപാട് കോണ്ടാക്ട്സ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടെ വരുന്ന ആൾക്ക് ഇവിടെ എഡിറ്റിംഗ്, വീഡിയോഗ്രാഫി മാത്രമല്ല, ഫോട്ടോഗ്രാഫി ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവർ തന്നെ ഒരു മീഡിയ പ്രൊഡക്ഷൻ ഹബ്ബ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നെങ്കിൽ തന്നെ ഇവർക്ക് അവിടേക്ക് വേണ്ട എല്ലാവരും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഹയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള അവരുടെ ഫ്രണ്ട്സായിട്ട് തന്നെ അവർക്ക് വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഇവിടുത്തെ ഫെസിലിറ്റീസ് അവർക്ക് യൂസ് ചെയ്യാം. ഒരു സ്റ്റുഡിയോ പുറത്ത് റെൻറ്റിന് എടുക്കണം എന്നുണ്ടെങ്കിൽ മണിക്കൂറിനാണ് പൈസ. അവർലി 1000 രൂപീസൊക്കെയാണ് ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന സ്റ്റുഡിയോ റെൻ്റ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ അവർക്ക് ഇവിടുത്തെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡിയോനെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അപ്പം തന്നെ അവരുടെ പ്രൊഡക്ഷൻസും അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ പറയുകയാണെങ്കിൽ 0 ബഡ്ജറ്റിൽ നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 0 ബഡ്ജറ്റിൽ നമുക്കിവിടെ ആ സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ പുറത്ത് അവർ വീട്ടിൽ നിന്ന് പഠിക്കുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ
മാക്സിമം നമുക്ക് നമ്മുടെ നോളേജ് കൂട്ടാം, നമുക്ക് വർക്ക്സ് കുറേ ചെയ്യാം. ഇതൊക്കെയാണ് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് അല്ലെങ്കിൽ ഈ ഒരു ആൻവ്യൂസിൽ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്കൊരു സാധനം ഷൂട്ട് ചെയ്യാനും. അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് പോയി ഒരാളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞതിനെ, ഇപ്പോൾ വീഡിയോഗ്രാഫിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡിജിറ്റൽ സിനിമാറ്റോഗ്രഫിനെ കുറിച്ചിട്ടോ അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇവിടെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന എല്ലാ സ്റ്റുഡൻസും അവർ കമ്പൈൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ വർക്കുകളിൽ അവർ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചെയ്ത ആഡിൽ ഇവിടുത്തെ സ്റ്റുഡൻസിനാണ് വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു ഒരു കണ്ടന്റ് എങ്ങനെ ഷൂട്ട് ചെയ്യണം, അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലും പ്രൊഡക്ഷൻ സ്റ്റേജിലും പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലൊക്കെ അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാത്തിനും കുറച്ച് ഐഡിയ ഉണ്ടായിട്ടാണ് ഇവിടുന്ന് പുറത്തു പോകുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ബെനിഫിറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു സാധനം. സർ, ഇപ്പോൾ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് ലോക. ലോകയിലെ DOP നമ്മുടെ നിമിഷവിനെ കുറിച്ച് ദുൽഖർ സൽമാൻ പറഞ്ഞൊരു വാചകമാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് നമ്മുടെ കുറുപ്പ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ വെച്ചിട്ട് നിമിഷയുടെ സ്കില്ല് കണ്ടിട്ട് എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചതെന്നാണ് നിമിഷവി റിപ്ലൈ കൊടുത്തത്. ഇപ്പോഴും പല സ്റ്റുഡൻസിനുള്ള ഒരു ഡൗട്ടാണ്, ഞങ്ങൾക്ക് യൂട്യൂബ് നോക്കി പഠിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സ് ചൂസ് ചെയ്താൽ പോരെ, എന്തിനാണ് ഞങ്ങളുടെ ഒരു സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് ഒരു ഡെയിലി ആയിട്ട് വന്നിട്ട് പഠിക്കുന്നുള്ളത്? സാറിന് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? യൂട്യൂബ് നോക്കി മാത്രം പഠിച്ചിട്ട് ഇപ്പോൾ നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ നമുക്ക് ഷോർട്ട് ഫിലിംസ് ചെയ്യാം, അതൊക്കെ ചെയ്യും. ഇപ്പോൾ ഇവരൊക്കെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നവരാരും എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചവർ മാത്രമല്ല ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും കണ്ടൻസും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു സിനിമ അല്ലെങ്കിൽ കുറച്ചൊരു വലിയൊരു സ്കെയിലിൽ പോകണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാളായിരിക്കും നമ്മൾ അസിസ്റ്റ്. ഇപ്പം നമ്മളൊരു വലിയൊരു DOP അടുത്ത് പോയിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം, ഒഫീഷ്യലി. അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. എന്നുവെച്ചാൽ നമുക്കൊരു ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് അറിയുന്ന ഒരാളെ ആ ഒരു ഏതൊരു DOP ആണെങ്കിലും അസിസ്റ്റ് ചെയ്യാൻ വെക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഒന്നും അറിയാത്ത ഒരാളെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂട്യൂബ് മാത്രം നോക്കി പഠിച്ച് ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഒന്നാമത്തെ കാര്യത്തിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അതായത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും ലൈറ്റ്സ്, ക്യാമറ, ഇതൊക്കെ ഭയങ്കര ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം. അപ്പോൾ നമ്മൾ വെറുതെ യൂട്യൂബിൽ നിന്ന് മാത്രം കിട്ടിയൊരു അറിവ് കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് ഡാമേജ് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് DOP ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ആരടുത്ത് സംസാരിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ബേസ് ആയിട്ട് ഒരു ലേണിംഗ് നടത്തിയ ഒരാളായിരിക്കും അസിസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ അടുത്താണെങ്കിൽ നമുക്ക് പണി അറിയാവുന്ന ഒരാളും നമുക്ക് പണി ഏകദേശമൊക്കെ അറിയാം എന്നുള്ള ഒരാളെ നമ്മൾ പണിക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മൾ ആരായിരിക്കും സെലക്ട് ചെയ്യാം? പണി നന്നായി അറിയാവുന്ന അല്ലെങ്കിൽ നന്നായി പഠിച്ചിട്ടുള്ള ഒരാളായിരിക്കും എന്തായാലും നമ്മൾ വർക്കിന് വയ്ക്കാം. അതേത് തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ യൂട്യൂബ് നോക്കി പഠിച്ചവർ ഇതിൽ ചെയ്യാനേ പാടില്ല എന്നുള്ളത്, അത് അവരുടെ കാലിബറും അല്ലെങ്കിൽ അവരുടെ സ്കില്ലൊക്കെ വെച്ചിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഒഫീഷ്യലി പഠിച്ച അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച ഒരാളും അയാൾ ചിലപ്പോൾ അവിടെ നന്നായി വർക്ക് ചെയ്തില്ല, വെറുതെ ഉഴപ്പി നടക്കുന്ന ഒരാളാണെങ്കിൽ അയാളൊക്കെ എന്തുകൊണ്ടും ബെറ്റർ യൂട്യൂബിൽ നോക്കി നന്നായി പഠിച്ച ഒരാളായി. അപ്പോൾ നമ്മുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻട്രസ്റ്റും ആണ് ഇതിൽ മെയിനായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഷോർട്ട് ഫിലിമിനെ പറ്റി പറഞ്ഞപ്പോഴാണ് സാർ ഓൾറെഡി തന്നെ ഒരു DOP ചെയ്ത നമ്മുടെ ആൻവ്യൂസ് മൾട്ടിമീഡിയയിലെ സ്റ്റുഡൻസ് എല്ലാവരും വർക്ക് ചെയ്ത, ഓൾസോ സാറും അജ്മലും എല്ലാവരും വർക്ക് ചെയ്തിട്ടുള്ള ഒരു ആഡ് നമ്മൾ റിലീസ് ആവണം. വെറും ഒരു ആഡ് അല്ല, ഒരു തിയേറ്ററിക്കൽ ആഡാണ് നമുക്ക് റിലീസ് ആകാൻ പോകുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ വർക്ക് ചെയ്തതൊക്കെ നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഇവരൊക്കെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റും അല്ലെങ്കിൽ നമ്മളൊപ്പം കട്ടയ്ക്ക് നിന്നായിരുന്നു. ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഓൺ ദ സ്പോട്ട് അവർ സെറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കാൻ പറയുള്ളൊന്നുമില്ല, അവർ തന്നെ പോയി പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ടാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളൊരു സാധനമൊന്നും ഫീൽ ചെയ്തില്ല. ഇവർ നല്ല രീതിയിൽ വെച്ചാൽ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഷൂട്ട് ചെയ്ത്, ഇപ്പോൾ ഫോട്ടോഗ്രാഫി ആണെങ്കിലും വീഡിയോഗ്രാഫി ആണെങ്കിലും ഇവിടെ ഷൂട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് അത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വെച്ചാൽ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ആഡ് ചെയ്യുന്ന ആദ്യമായിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അവർ ഇപ്പം നമ്മൾ 6 മണി തൊട്ട് 9 മണി വരെ നമ്മൾ ഫസ്റ്റത്തെ ദിവസം വൈകുന്നേരം പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ കുറേ എക്യുപ്മെൻസിൻ്റെ കുറച്ച് ഇഷ്യൂസും അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം അത് ഡിലേ പോയി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ 11 മണിക്ക് ശേഷമാണ്. എന്നിട്ട് കഴിഞ്ഞത് പിറ്റേ ദിവസം രാവിലെ 7 മണി 8 മണി സമയത്താണ്. അപ്പോൾ ആ രാത്രിയും അതിന് 2 ദിവസം മുമ്പേ വരെ ഇവർക്ക് ഉറക്കോ പരിപാടികളൊന്നുമില്ല. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒക്കെ ആയിട്ട് അതേപോലെ തന്നെ ആർട്ട് പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇവർ നല്ല ഓട്ടമായിരുന്നു. അപ്പോൾ ആ ടയർഡ്നെസ്സിലും
ഇവർ എന്താ പറയുക രാത്രി ഉറക്കൊഴിച്ച് എല്ലാവരും കട്ടയ്ക്ക് നിന്നിരുന്നു. അതാണ് പുറത്താണെങ്കിൽ നല്ല മഴ. അങ്ങനെയുള്ള സാഹചര്യത്തിലും ഇവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നു. ആരും ഉറങ്ങിയൊന്നുമില്ല. ഞാൻ വിചാരിച്ച് കുറച്ച് നേരം എല്ലാവരും സൈഡായി പോകും. പക്ഷേ പുറത്ത് നോക്കുമ്പോൾ നമ്മുടെ ഒരു റൂമിൻ്റെ ഉള്ളായിരുന്ന ലൊക്കേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിന് പുറത്ത് നോക്കുമ്പോൾ എല്ലാവരും അവിടെ ഇവിടെയും ഇതിൻ്റെ ആർട്ട് വരകൾ സെറ്റ് ചെയ്യുന്നു, ഷൂട്ട് ചെയ്ത് വിഷ്വൽസ് കോപ്പി ചെയ്യുന്നു, അങ്ങനെ ഫുൾ എൻഗേജറാണ്. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് നിന്നായിരുന്നു നമ്മളപ്പോൾ. അപ്പോൾ ഭയങ്കര അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ നടന്നു. അല്ലെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. അതെ. സർ, ബാക്ക് ടു നമ്മൾക്ക് കോഴ്സിലേക്ക് വരാം. നമ്മുടെ ഡിജിറ്റൽ സിനിമാറ്റോഗ്രാഫി കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഏരിയാസിലാണ് സ്റ്റുഡൻസിന് പ്ലേസ്മെന്റ്സ് ലഭിക്കുന്നത്? ഇപ്പോൾ ഡിജിറ്റൽ സിനിമാറ്റോഗ്രാഫി കോഴ്സ് ചെയ്തൊരു സ്റ്റുഡൻ്റ് എന്നാണെങ്കിൽ ഇപ്പോൾ പല രീതിയിൽ നമുക്ക് കാണാം. അതായത് ഇപ്പോൾ ചിലർ പറയും ഒരു മന്ത്ലി സാലറി കിട്ടുന്ന ടൈപ്പ് ഒരു ജോലി വേണം, അല്ലെങ്കിൽ ചിലർക്ക് താല്പര്യം ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാനായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കിത് പഠിച്ച് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വെഡ്ഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സ് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു മന്ത്ലി സാലറി കിട്ടുന്നൊരു ജോബാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോലിയാണ് ഒരു സ്റ്റുഡൻറ്റ് അന്വേഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇപ്പം ന്യൂസ് ചാനലുണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ ടെലിവിഷൻ ഷോസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഒരു ഡിജിറ്റൽ സിനിമാറ്റോഗ്രാഫി പഠിച്ചൊരു സ്റ്റുഡൻറ്റിന് നമുക്ക് വേക്കൻസികളാണ്. അല്ലെങ്കിൽ അവിടെ ക്യാമറ ചെയ്യുന്നതും അല്ലെങ്കിൽ അവിടുത്തെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെ ഈ ക്യാമറ പഠിച്ച അല്ലെങ്കിൽ ഡിജിറ്റൽ സിനിമാറ്റോഗ്രാഫി പഠിച്ച ഒരു ഫിലിം ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഒരു ജോബ് റോളൊക്കെ ആയിരിക്കും ലഭിക്കുക. സർ, അതേപോലെ തന്നെ നമ്മളൊരു സ്റ്റുഡന്റ് ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന ആസ് എ ഫ്രഷർ ആ കുട്ടിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടിംഗ് സാലറി എത്രയായിരിക്കും? ഇപ്പോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നത്, ഇപ്പോൾ ഇതൊരു ക്രിയേറ്റീവ് ഫീൽഡ്. അപ്പോൾ ആരായാലും ഇപ്പോൾ ഒരാളെ ജോലിക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ സ്കില്ലാണ് നോക്കുക. ഇപ്പോൾ അവരെത്രത്തോളം ആ ഒരു വർക്കിനോട് പാഷനേറ്റ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് സ്കില്ല് ഉണ്ട് എന്നുള്ളതായിരിക്കും നോക്കുക. അപ്പോൾ അവരുടെ സ്കില്ല് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമുക്ക് ഇതിനൊരു സാലറി അല്ലെങ്കിൽ ഒരു റെമ്യൂണറേഷൻ എന്നുള്ള സാധനം വരിക. ഇപ്പോൾ നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് നടത്തുക, നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും പേയ്മെൻറ്റ്. ഇപ്പോൾ എൻ്റെ ഒരു വർക്ക് വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര രൂപ വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരിക്കും പേയ്മെൻറ്റ്. ഇപ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിംഗ് ഒക്കെ ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ ഒരു കമ്പനി വൈസ് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു അബൌട്ട് 25,000 ഒക്കെ നമുക്ക് സാലറി കിട്ടാവുന്ന ഒരു ഇതാണ്. ഇതും നേരത്തെ പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് ഇപ്പോൾ നമുക്ക് എത്രത്തോളം ഇതിൽ എന്താ പറയുക എത്രത്തോളം പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ എഫേർട്ട് ഇട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഒരു 25,000 ഒക്കെ ആയിരിക്കും എന്താ പറയുക നമുക്കൊരു കമ്പനി വൈസ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള സാലറി. ഇപ്പോൾ നമുക്ക് ഫ്രീലാൻസ് ഒക്കെ ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പെർ ഡേ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു ആഡോ ഒക്കെ നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് പുറത്ത് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെർ ഡേ വെച്ചിട്ടെങ്കിൽ പേയ്മെൻറ്റ് വരും. ഇപ്പോൾ പെർ ഡേ 5,000, ഇപ്പോൾ 2 ദിവസം 3 ദിവസത്തൊക്കെ വർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 15 രൂപ 17,000 രൂപ ഒക്കെ നമുക്കൊരു 3 ദിവസം വർക്കിനൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മുടെ പേയ്മെൻറ്റ്, നമുക്ക് ക്യാമറ വരെയുള്ളതൊക്കെ എക്സ്ട്രാ. ദെൻ നമ്മൾ UAE GCC കൺട്രീസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും സ്റ്റുഡൻസിന് ലഭിക്കുക? ഇപ്പോൾ എബ്രോഡൊക്കെ ജോലി നോക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിൻലി അഡ്വർടൈസിങ് കമ്പനീസൊക്കെ ആയിരിക്കും മെയിൻലി എന്താ പറയുക ഈ സിനിമാറ്റോഗ്രാഫേഴ്സിനൊക്കെ ഹയർ ചെയ്യുക. അപ്പോൾ അവിടെ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ആയിട്ട് പഠിക്കണം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം എബ്രോഡൊക്കെ പോവുകയാണെങ്കിൽ അവർ എന്തായാലും ഒരു സർട്ടിഫിക്കറ്റ് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു എന്നുള്ളതിന് എന്താ തെളിവ് എന്നുള്ള സാധനം ചോദിക്കും. അവിടെ കഴിവിനേക്കാൾ അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സാധനമാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഉപകരണം, നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്കത് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്കൊരു ബെനിഫിറ്റാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ. ഒരു മീഡിയ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ രാജ്യത്തും അല്ലെങ്കിൽ എവിടെ പോയാലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ സെയിം ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന അതേ ഓപ്പർച്യൂണിറ്റീസ് തന്നെയായിരിക്കും അവിടെയും കിട്ടുക. അപ്പോൾ അവിടെയാണെങ്കിലും കമ്പനീസും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പ്രൊമോഷനായിട്ട് അല്ലെങ്കിൽ അവരുടെ കണ്ടൻസ് ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ടും ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അതേ ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ ഇവിടെയുള്ള അതേ ഫെസിലിറ്റീസൊക്കെ നമുക്ക് അവിടെയും കിട്ടും. സാർ, ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നു, ഇത്രയും വർഷമായിപ്പോൾ ഒരു 5 years ആയി സാർ ഈ ഫീൽഡിൽ നിൽക്കുന്നു. സാറിൻ്റെ ലൈഫിലേക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺസ് ഉണ്ടോ ഇതുമായി കണക്ട് ചെയ്തിട്ട്? ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ ആദ്യം വന്ന് ഫോട്ടോഗ്രാഫി ആയിട്ടായിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ ഞാൻ ഇൻസ്പയർഡ് ആയിട്ടൊരു ഫോട്ടോഗ്രാഫറാണ് KR സുനിൽ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം സ്ട്രീറ്റും ലൈഫൊക്കെ ഷൂട്ട് ചെയ്യുന്നൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ ഈ ഫോട്ടോഗ്രാഫി എന്നിട്ടൊരു ഫീൽഡ് അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി എന്നിട്ട് ഫീൽഡിലേക്ക് വന്നത്. ഓക്കെ സാർ, എനിവേ താങ്ക് യു സോ മച്ച്.